അസുഖവും ദാരിദ്ര്യവും ഉണ്ടായിട്ടുള്ളവർക്കറിയാം വേദനയും വിശപ്പും ഇല്ലാത്ത ഓരോ നിമിഷവും സ്വർഗതുല്യമാണെന്ന്. നമ്മളിൽ ഭൂരിപക്ഷവും ആ സ്വർഗീയതയിൽ കഴിയുമ്പോൾ മലപ്പുറത്ത് 2.5 വയസ്സായ ഒരു പെൺകുഞ്ഞ് ജനിച്ച് 2.5 വയസ്സിനിടയിൽ തൻ്റെ പിതാവിൻ്റെ മർദ്ദനം കാരണം പല നാളുകൾ ഒരുപാട് വേദനിച്ച് ജീവിച്ചു. കഴിഞ്ഞ ദിവസം ആ ദുഷ്ടൻ കൊന്നുകളഞ്ഞു. മലപ്പുറം കാണിക്കാവിൽ 2.5 വയസ്സ് മാത്രമുള്ള പെൺകുഞ്ഞിനെ പിതാവ് മുഹമ്മദ് ഫായിസ് മൃഗീയമായി കൊലപ്പെടുത്തി. കുഞ്ഞിന് ക്രൂരമർദ്ദനമേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കുട്ടിയെയും മാതാവിനെയും ക്രൂരമായി മർദ്ദിച്ചു. കരച്ചിൽ കേട്ട് അയൽവാസികൾ വന്നപ്പോൾ കുട്ടി അബോധാവസ്ഥയിലായിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മുഹമ്മദ് ഫായിസിൻ്റെ മാതാവും തയ്യാറായില്ല. അയൽവാസികൾ വാഹനം സംഘടിപ്പിച്ച് കൊടുത്തപ്പോഴാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്ന് അയൽവാസികൾ പറഞ്ഞു. ആശുപത്രിയിൽ എത്തിയപ്പോൾ മുഹമ്മദ് ഫായിസ് ഡോക്ടറോട് പറഞ്ഞത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി അബോധാവസ്ഥയിലായെന്നാണ്. കുട്ടി അപ്പോഴേക്കും മരിച്ചിരുന്നു. കുഞ്ഞിൻ്റെ ശരീരത്തിൽ നീലിച്ച പാടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഡോക്ടർ പോലീസിനെ അറിയിച്ചു. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കുട്ടിയുടെ തലച്ചോർ ഇളകിയ നിലയിലായിരുന്നു. 70ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. 10 മുറിവുകൾ നേരത്തെ ഉള്ളതാണ്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലും മുറിവുണ്ട്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ സിഗരറ്റ് കത്തിച്ച് പൊള്ളിച്ചതിൻ്റെ പാടുകളുണ്ട്. വാരിയെല്ല് തകർന്ന് ശരീരത്തിൽ തറച്ച നിലയിലായിരുന്നു. ഇതെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതാണ്. പോലീസ് പറയുന്നത് വീട്ടിനുള്ളിൽ വച്ച് കുഞ്ഞിനെ ചവിട്ടുകയും മർദ്ദിക്കുകയും ചുവരിലേക്ക് എടുത്തെറിയുകയും ചെയ്തിട്ടുണ്ടാകുമെന്നാണ്. കുഞ്ഞിനെ ഇങ്ങനെ അതിക്രൂരമായി ഉപദ്രവിച്ചു കൊന്ന പിതാവിനെ കൊലക്കുറ്റം ചുമത്തി. പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തു. സ്ഥിരമായി കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ മാതാവിനെയും ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. നിരന്തരം ഉപദ്രവമായതിനാൽ പോലീസിൽ പലതവണ പരാതിപ്പെട്ടു. പോലീസ് വിളിച്ച് താക്കീത് ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ടും പ്രയോജനം ഉണ്ടായില്ല. 1.5 വർഷം കുഞ്ഞിൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു ഇവർ. ഈ ഉപദ്രവം കാരണം കുഞ്ഞും അമ്മയും. ഇപ്പോൾ മുഹമ്മദ് ഫായിസ് നിർബന്ധിച്ച് തിരികെ കൊണ്ടുപോയതാണ്. വീട്ടിൽ തിരികെ എത്തി അതുമുതലേ ഉപദ്രവമാണ്. മാതാവിനെ കഴുത്തിൽ പിടിച്ച് ഞെക്കി കൊല്ലാൻ ശ്രമിക്കുകയും മുറിയിൽ പൂട്ടിയിടുകയും മുറിയിലിട്ട് മർദ്ദിച്ച ശേഷം ഇടുകയും ചെയ്യും. അതിനുശേഷം മറ്റൊരു റൂമിൽ ഈ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയി മർദ്ദിക്കും. ഇതൊക്കെ മാതാവ് തൻ്റെ ബന്ധുക്കളോട് പറയാൻ ശ്രമിച്ചാൽ കൂടുതലായി ഉപദ്രവിക്കും. കുഞ്ഞിൻ്റെ ശരീരത്തിലെ പാടുകൾ കണ്ടിട്ട് കുഞ്ഞിൻ്റെ മാതാവിൻ്റെ ബന്ധുക്കൾ കുഞ്ഞിനെ മാതാവിൻ്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പിതാവ് സമ്മതിച്ചില്ല. ആ കുഞ്ഞിനെ അന്നേ അവർക്ക് കൊടുത്തിരുന്നതിൽ കുഞ്ഞിനെ അവർ വളർത്തുമായിരുന്നു. ദുഷ്ടൻ. ഇവന് ഭാര്യയും കുഞ്ഞിനെയും വേണ്ട എങ്കിൽ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചാൽ മതിയായിരുന്നു. 1.5 വർഷം അവിടെ നിന്നതല്ലേ. ഇവൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് തിരികെ. എന്തിനാവും ഇത്രയും ക്രൂരത? വേദനിച്ച് കരയുന്നത് കാണാൻ രസമായിരുന്നോ ഇവന്? അതാകുമോ സിഗരറ്റ് കത്തിച്ച് കുഞ്ഞു ശരീരത്തിൽ പൊള്ളിച്ചത്? സ്ഥിരം ഉപദ്രവിച്ചിരുന്നത്? കുഞ്ഞു ശരീരത്തിൽ പഴയതും പുതിയതുമായ 70ഓളം മുറിവുകൾ. ഇവൻ്റെ ശരീരം മുഴുവൻ ഇരുമ്പ് കമ്പി ചൂടാക്കി പൊള്ളിക്കണം എല്ലാ ദിവസവും. ആ കുഞ്ഞിനെ ഓരോ ദിവസവും ഏതൊക്കെ രീതിയിൽ ഉപദ്രവിച്ചോ അതേ രീതിയിലും കുറച്ച് പലിശയും കൂടെ ചേർത്ത് ഇവൻ ചാകുന്നത് വരെ ഒരു റൂമിൽ പൂട്ടിയിട്ട് അതുപോലെ ചെയ്യണം. അങ്ങനെ ഒരു നിയമം വരണം. വെറുതെ ജയിലിലിട്ട് ആഹാരം കൊടുക്കുന്നത് കൊണ്ടാണ് ക്രിമിനൽസിന് പേടിയില്ലാത്തത്.